ഹലോ ഗൈസ്, അപ്പോൾ ഇങ്ങനെ സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ ഇങ്ങനെ മഴയുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് നല്ല വെയിലായിട്ട് സൂര്യൻ ഉച്ചയിൽ തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നീനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ നീൻ്റെ സ്കൂൾ ഇതുവരെയായിട്ട് ഞാൻ പോയിട്ടില്ല. ഒന്നാമത്തെ സത്യം, ആദ്യമായിട്ട് ഓളെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ടൈമിൽ കൊണ്ടാക്കി പോകുന്നല്ലാതെ പിന്നെ ഓളെ സ്കൂളിലോട്ട് ഞാൻ പോയിട്ടേ ഇല്ല ഗൈസ്. അപ്പം ഇന്ന് ഞാൻ ഓളെ സ്കൂളിലോട്ട് പോവുകയാണ് ഒരു സർപ്രൈസുമായിട്ട്. കുറേ ദിവസമായിട്ട് എൻ്റെ മകൾ പറയുന്നുണ്ട്, എല്ലാവരും ഉമ്മച്ചി വരുന്നുണ്ട് സ്കൂൾക്ക്, ബാനൊന്നും എന്നെ കൂട്ടാൻ വരാത്തത്, ബാനുനെന്താ വന്നാൽ, ബാനുവിന് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ച് പരാതിയാണ്. കാരണം എനിക്ക് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊന്നും ആയിട്ട് ഓളെ കൂട്ടാനോ പോകാനോ കഴിയാറില്ല. സാധാരണ ഉമ്മ അല്ലെങ്കിൽ ബ്രദറാണ് പോവാറ്. അപ്പം ഇന്ന് ആരുമില്ല, ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. കാക്കാൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പം ഞാനിന്ന് നിന്നുവിനെ കൂട്ടാൻ പോവുകയാണ്. ഞാനും ഉമ്മയും കൂടെ പോകണത്, ഒറ്റക്കല്ല. കൂട്ടിന് പേടിക്ക് ഒരാളെ കൂട്ടിയിട്ടുണ്ട്. അപ്പം നിന്നുവിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ അതിൽ ഷൂട്ട് ചെയ്തിടും. അപ്പം നിങ്ങൾ കാണാം. ഒന്നുമില്ലാത്തതുകൊണ്ട് കാൽനടയാണ് ശരണം. അപ്പം ഞാൻ ഉമ്മയോടെ ഇറങ്ങിയിട്ടുണ്ട് നിന്നുവിനെ കൂട്ടാൻ പോകാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ നീനുവിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനി നീനുവിൻ്റെ ക്ലാസ്സിൽ പോകണം, നീനുവിനെ പിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി അത് കാണാം കേട്ടോ. ഏറ്റവും ടോപ്പിലാണ് നീനുവിൻ്റെ ക്ലാസ് വരുന്നത്. സ്കൂളും ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓ, ഇനി സർപ്രൈസ് ആയോ? ഹാപ്പി ആയോ? അപ്പം അമ്മച്ചിയുടെ കാത്തൊക്കെ ഉണ്ട്. വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ പൂവിൻ്റെ കുട്ടീനെ കാണുമ്പോൾ സർപ്രൈസ് ആവും, അതാവും ഇതാവും എന്നൊക്കെ വിചാരിച്ച്. ബട്ട് ഈ സാധനം ഉണ്ടല്ലോ, ഒന്നും ആയില്ല. ഞാൻ മൂഞ്ചി. അപ്പം ബായ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.